ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 10ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അമ്മേ നാരായണ. നിർഗുണ നിഷ്കലാ ശാന്ത നിഷ്കാമ നിരുപപ്ലവ. നിർഗുണ സത്വ രജ തമോ ഗുണങ്ങൾക്ക് അതീതയായവൾ നിർഗുണ. നിഷ്കല പൂർണ്ണത നേടിയവൾ. ദേവിയിൽ യാതൊരുവിധ കലർപ്പുമില്ല, കലകളില്ലാത്തവൾ, കലകൾ തീണ്ടാത്തവൾ. നിഷ്കല പൂർണ്ണയായവൾ. ശാന്ത ദേവി സൗമ്യയാണ്, സ്മിതമുഖിയാണ്, ശാന്തിമതിയാണ്. ഇപ്പോൾ ദേവിയെ വിളിക്കുന്നു ശാന്ത. നിഷ്കാമ കാമനകളില്ലാത്ത, ആഗ്രഹങ്ങളില്ലാത്ത ദേവി പരാശക്തി. ദേവിക്ക് എന്താണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുക? സർവ്വതിനെയും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും എല്ലാം ദേവി. ഈ പ്രപഞ്ചം തന്നെ ഒരു മായയാണ് എന്ന തിരിച്ചറിവുള്ള ദേവി. ആ ദേവിക്ക് എപ്രകാരമുള്ള ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക? നിരുപപ്ലവ. ഉപപ്ലവ എന്നാൽ നാശം, നിരുപപ്ലവ എന്നാൽ നാശമില്ലാത്തവൾ. ദേവി ജനിക്കുമെന്നുമില്ല, മരിക്കുന്നുമില്ല, ജീർണിക്കുന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ശക്തിയാണ് ദേവി ചൈതന്യം. നിരുപപ്ലവ. നിത്യമുക്ത ഈ പ്രപഞ്ചത്തിലെ മായകൾക്കെല്ലാം അതീതയായി നിൽക്കുന്നവൾ. സർവ്വതിൽ നിന്നും മുക്തി നേടിയിട്ടുള്ള ദേവി പരാശക്തി. ആഗ്രഹങ്ങളില്ല, അസൂയയില്ല, ക്രോധമില്ല, എൻ്റേത് മാത്രം എന്നുള്ള ചിന്തയില്ല. എല്ലാത്തിനും അതീതയായ മുക്തയായ നിത്യമുക്ത. നിർവികാര വികാരം എന്നാൽ മാറ്റം. നിർവികാര മാറ്റമില്ലാത്തവൾ. ശരീരമുള്ള ഒന്നിനെ മാറ്റം സംഭവിക്കുന്നുള്ളൂ. ജനിക്കുമ്പോഴിരിക്കുന്ന പോലെയാണോ നമ്മളിപ്പോൾ ഉള്ളത്? മരണാസന്നരാകുമ്പോഴേക്കും നമ്മുടെ ശരീരം ഇനിയും മാറും. മരണത്തിന് ശേഷം അത് മണ്ണോട് ചേർന്ന് ഇല്ലാതാകും. എന്നാൽ ദേവി പരാശക്തിയുടെ കാര്യം ഇങ്ങനെയാണോ? അല്ല. ദേവിക്ക് മാറ്റമില്ല. ദേവി എന്ന് പറയുന്നത് ഒരു ചൈതന്യമാണ്, ഒരു ഫോഴ്സ് ഓഫ് എനർജിയാണ്. എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയിഡ്. മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ദേവി ചൈതന്യം. നിഷ്പ്രപഞ്ച ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഒരു മായയാണ് എന്ന ഉത്തമ ബോധ്യമുള്ള ദേവി പരാശക്തി. ദേവിക്ക് പ്രപഞ്ചം എന്ന വസ്തുത പോലുമില്ല. അതൊരു വസ്തുതയല്ല ദേവിയെ സംബന്ധിച്ചിടത്തോളം. നിരാശ്രയ ദേവിക്ക് ഒരു ആശ്രയ വസ്തുവില്ല. ലോകത്തുള്ള സകലതും ദേവിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനോടെങ്കിലും പറ്റിക്കൂടി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. സോ ദേവി ഈസ് നിരാശ്രയ, ആശ്രയ വസ്തു ഇല്ലാത്തവൾ. നിത്യശുദ്ധ എല്ലായ്പ്പോഴും പരിശുദ്ധയായിരിക്കുന്നവൾ. ദേവിയോട് ചേരുന്ന എല്ലാത്തിൻ്റെയും കളങ്കം ഇല്ലാതാക്കലാണ് ദേവി ചെയ്യുന്നത്. ആ ചേരുന്ന വസ്തുവിൻ്റെ കളങ്കം തന്നിലേക്ക് എടുത്ത് സ്വയം കളങ്കിതയാകുന്നില്ല ദേവി. ദേവി എല്ലായ്പ്പോഴും പരിശുദ്ധയായി നിലനിൽക്കുന്നു. ദേവിയോട് എല്ലായ്പ്പോഴും ചേർത്ത് പറയുന്ന ഒരു എലമെൻ്റാണ് അഗ്നി എന്ന് പറയുന്നത്, തീ. മറ്റ് പഞ്ചഭൂതങ്ങളിൽ നിന്നും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു എലമെൻ്റാണ് അഗ്നി. ഇപ്പോൾ വെള്ളമാണെങ്കിൽ അത് ചെളിയുമായി ചേർന്ന് ചെളിവെള്ളമായി മാറുന്നു. വായുവിൻ്റെ കാര്യം എടുത്താൽ എയർ പൊല്യൂഷൻ. അങ്ങനെ അതിനോട് ചേരുന്ന വസ്തുക്കളോട് ചേർന്ന് പൊല്യൂട്ടഡ് ആവുന്ന സ്വഭാവമാണ് മറ്റ് പഞ്ചഭൂതങ്ങൾക്കുള്ളതെങ്കിൽ അഗ്നിയുടെ കാര്യം അങ്ങനെയല്ല. അഗ്നിയോട് ചേരുന്ന എല്ലാത്തിനെയും ശുദ്ധീകരിക്കലാണ് അഗ്നിയുടെ ജോലി. അതുപോലെ ദേവി പരാശക്തി
ഭക്തനിലേക്ക് അഗ്നി പോലെ പടർന്നു കയറുന്ന, ഭക്തനിലെ അശുദ്ധി ഇല്ലാതാക്കുന്ന അഗ്നിയാണ് ആര്? ദേവി പരാശക്തി എന്ന ദേവീ ചൈതന്യം. ആ അഗ്നി ഉള്ളിൽ വളർത്തലാണ് ഭക്തൻ്റെ ഉദ്ദേശമാകേണ്ടത്. ആ അഗ്നി വളർത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്തോത്രം പഠിക്കുന്നതും സ്തോത്രം ചൊല്ലുന്നതും നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മളെ സ്വയം ശുദ്ധീകരിക്കാനുള്ള ദേവീ ചൈതന്യം ഉള്ളിൽ വളർത്താനുള്ളതായിരിക്കണം. നിത്യബുദ്ധ, ശുദ്ധബുദ്ധിയായിരിക്കുന്നവൾ. നിത്യബുദ്ധ, കുബുദ്ധിയല്ല, ശുദ്ധബുദ്ധിയായിരിക്കുന്ന ദേവി. നിരവധ്യ, നിര അവധ്യ, അവധ്യ എന്നാൽ നിന്ദ്യം, നിരവധ്യ എന്നാൽ വന്ധ്യയായിരിക്കുന്നവൾ, എല്ലാവരാലും വന്ദിക്കപ്പെടുന്നവൾ, എല്ലാവരാലും വന്ദിക്കപ്പെടാനുള്ള ഗുണഗണങ്ങളുള്ളവൾ എന്ന അർത്ഥം. നിരന്തര, ഇടതൂർന്ന്, എല്ലായ്പ്പോഴും എവിടെയും നിലനിൽക്കുന്നവൾ. ദേവിക്ക് ഒരു ആദിയും അന്തവുമില്ലാത്ത ഒരു ചൈതന്യ സ്വരൂപിണിയാണ് ദേവി പരാശക്തി. നിഷ്കാരണ, കാരണം ഇല്ലാത്തവൾ. ദേവി എല്ലായ്പ്പോഴും ഇവിടെയുണ്ട്. എന്തിനിവിടെ വന്നു, എന്താണ് കാരണം, അങ്ങനൊരു ചോദ്യമില്ല. നമ്മളാണ് ഇവിടെ വന്നത് പല കാരണങ്ങൾ കൊണ്ടും. ദേവി പരാശക്തി എന്ന് പറയുന്ന ആ ചൈതന്യ സ്വരൂപിണി, ആ ആൾ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു, എപ്പോഴും ഉള്ളത്, നാശമില്ലാത്തത്. നിഷ്കളങ്ക, നമ്മൾ നിഷ്കല എന്ന് പറഞ്ഞു, കലയില്ലാത്തവൾ, ഒരു തരത്തിലുള്ള കലർപ്പുമില്ലാത്ത, ഒരു വിധത്തിലുള്ള കളങ്കവും തട്ടാത്തവൾ, നിഷ്കളങ്ക. നിരുപാധിഹി, നിരീശ്വര, നിരുപാധിഹി, ഉപാധികൾ തീണ്ടാത്തവൾ. നിരീശ്വര, എല്ലാത്തിനും അതീതയായവൾ. ദേവിയെ ഒന്നിനും അധീനത്തിലാക്കാൻ സാധിക്കില്ല. ദേവീ ചൈതന്യം എന്ന് പറയുന്നത് സ്വയംഭൂവാണ്. ആരിൽ നിന്നെങ്കിലും എക്സ്ട്രാക്റ്റ് ചെയ്യല്ല ദേവി സ്വന്തം ചൈതന്യം അല്ലെങ്കിൽ സ്വന്തം ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായി ഒന്നിനെയും ആശ്രയിക്കാത്ത ദേവിക്ക് ഒരു ഈശ്വരൻ, ദേവിക്ക് ഒരു ആശ്രയം എന്ന് പറയുന്നതില്ല. ദേവി ഈസ് നിരീശ്വര, എല്ലാത്തിനും അതീതയായവൾ. നീരാഗ, രാഗമില്ലാത്തവൾ. രാഗം എന്താണ്? നമ്മൾ അനുരാഗം, ആസക്തി, ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. ദേവിക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ആസക്തികളും മോഹങ്ങളുമില്ല. നീരാഗ, ഒന്നിനോടും പറ്റിപ്പിടിക്കാത്തവൾ, ഒന്നിനോടും ഒട്ടിച്ചേരാത്തവൾ. ഭക്തനിലേക്ക്, ഭക്തനെ ഭക്തിയിലൂടെ തന്നിലേക്ക് അടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഭക്തനോട് ഒരു പ്രത്യേക മമതയില്ലാത്തവളാണ് ദേവി പരാശക്തി. എല്ലാ ഭക്തരും ദേവിക്ക് ഒരുപോലെയാണ്. പരിപൂർണാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തനും ദേവിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ഇതേ കാര്യം നമ്മൾ ശ്രീകൃഷ്ണനെ പറ്റി പറയാറുണ്ട്. എന്നെയാണ് കൃഷ്ണന് ഏറ്റവും പ്രിയം എന്ന് ചിന്തിക്കുന്ന ആ നിമിഷം രാധയുടെ അടുത്ത് നിന്ന് പോലും കൃഷ്ണൻ അപ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. അതുപോലെ ദേവിക്കും പ്രത്യേകമായ ഒരു മമത ആരോടുമില്ല. ദേവി നീരാകയാണ്, രാഗമില്ലാത്തവളാണ്, ഒന്നിനോടും ഒട്ടിച്ചേരാത്തവളാണ്. രാഗമഥനി, ഇനി നീരാഗ, ആസക്തിയില്ലാത്ത ആ ദേവി നമ്മുടെ ഉള്ളിലെയും ഭക്തൻ്റെ ഉള്ളിലെ ആസക്തികൾ, ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങളെല്ലാം മതിച്ചു കളയുന്ന, ഇല്ലാതെയാക്കുന്ന, നശിപ്പിക്കുന്ന ശക്തി സ്വരൂപിണിയാണ്. നിർമത, എന്താണ് ഈ മതം? അഹങ്കാരം, അഹങ്കാരമില്ലാത്തവൾ. നമ്മളിപ്പോൾ ഏതൊക്കെ തരത്തിൽ ദേവിയെ വർണ്ണിച്ചു. പ്രപഞ്ചത്തിലെ സകലതിനും ശക്തി പകരുന്നതാണ് ദേവി. സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നു, ഇവിടെ നിലനിർത്തുന്നു, ഒടുവിൽ സംഹരിക്കേണ്ടപ്പോൾ സംഹരിക്കുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കെല്ലാം ശക്തി പകരുന്നു. അങ്ങനെയുള്ള ദേവിക്ക് അഹങ്കരിക്കാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. പക്ഷെ അപ്പോഴും ദേവി നിർമ്മത. എന്തുകൊണ്ടാണ് ദേവിക്ക് അഹങ്കാരമില്ലാത്തത്? ഇവിടെ കാണുന്നതും
ഇനി കാണാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും വെറും മായയാണ് എന്ന ബോധ്യമുള്ള ദേവിക്ക് എങ്ങനെ അഹങ്കാരം ഉണ്ടാകും? മതനാശിനി. അപ്പോൾ നിർമത ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവിയോട് ചേരുന്ന ഭക്തൻ്റെ ഉള്ളിലെ മതവും അഹങ്കാരവും നശിപ്പിക്കുന്നു. ഞാൻ എന്ന് പറഞ്ഞ് നടന്നിരുന്ന രാജാക്കന്മാരും മറ്റും എവിടെ? ഇന്റുപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നേൽ വൈക്കം മുഹമ്മദ് ബഷീർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ആ ശീലത്തെ ഇല്ലാതാക്കാൻ ആർക്ക് കഴിയും? ദേവി പരാശക്തിക്ക് കഴിയും. നിശ്ചിന്ത, ഉത്കണ്ഠ, ഒരു തരത്തിലുള്ള ആകുലതകളുമില്ലാത്ത ദേവി പരാശക്തി. ദേവിക്കറിയാം ഇതൊക്കെ എവിടെ വരെ പോകുമെന്നും ഇതൊക്കെ എന്താണെന്നും. ഇതൊക്കെ മായയാണ്. ഇതങ്ങനെയാവോ, അതങ്ങനെയാവോ, ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെയാവോ എന്നൊന്നും ആലോചിച്ച് കുഴങ്ങുന്നവളല്ല ദേവി പരാശക്തി. നിരഹങ്കാര, അതെ, മതനാശിനിയാണ്, നിർമ്മതയാണ്. നിരഹങ്കാര, അഹങ്കാരം ഇല്ലാത്തവളാണ്. നിർമോഹ. ഇനി ഇത്രത്തോളം ശക്തിയുള്ള ഒരാൾക്ക് ഇനി മോഹങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? മോഹങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴാണ്? മായയിൽപ്പെട്ട് ഉഴലുന്ന ഒരുവനാണ് മോഹങ്ങൾ ഉണ്ടാവുക. ദേവി മായാതീതയാണ്. അതുകൊണ്ട് തന്നെ ദേവിക്ക് മോഹങ്ങളില്ല. മോഹങ്ങളില്ലാത്ത ദേവി എന്ത് ചെയ്യുന്നു? ദേവി മോഹനാശിനി കൂടിയാണ്. അതാണ് ദേവിയുടെ അടുത്ത നാമം, മോഹനാശിനി. ഭക്തൻ്റെ ഉള്ളിലെ മോഹങ്ങൾ നശിപ്പിക്കുന്നവൾ. നമ്മുടെ ആഗ്രഹത്തെയും അത്യാഗ്രഹത്തെയും എല്ലാം നശിപ്പിച്ചു കളയാനുള്ള ശക്തി ദേവി ചൈതന്യത്തിനുണ്ട്. ഓരോ ദിവസത്തെയും സ്തോത്ര പഠനം കഴിയുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായതായും ഒരു ചൈതന്യം എന്നിൽ വന്ന് നിറയുന്നതായും ആ ചൈതന്യം എന്നിലൂടെ സംസാരിക്കുന്നതായും അനുഭവപ്പെടുന്നു. ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും സമാധാനത്തോടെ, ഏറ്റവും ഊർജ്ജസ്വലതയോടെ നമുക്ക് പഠനം തുടരാനുള്ള അനുഗ്രഹം ദേവി പരാശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും കാണാം. നന്ദി.